അപ്പോൾ ഈ ഒരു സ്പ്രിംഗ്ലർ നെറ്റ്വർക്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ടോട്ടൽ ഏരിയയിൽ നമുക്ക് എത്ര സ്പ്രിംഗ്ലേഴ്സ് വേണം എന്നുള്ളത് അതിന്റെ ഡിസ്ചാർജും കവറേജും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നാം കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ കവറേജും ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോർമൽ കേസിൽ 3/4 അല്ലെങ്കിൽ 3/3 ഒക്കെയാണ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് സ്പ്രിംഗ്ലേഴ്സിന്റെ ഇൻവെറ്റീവിന് 3 മീറ്ററും രണ്ട് ബ്രാഞ്ചിന്റെ ഇൻവെറ്റീവിന് 4 മീറ്റർ ഒക്കെ ആണെങ്കിൽ അതിന്റെ കവറേജും ഹൈഡ്രോളിക് കാൽക്കുലേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ എത്ര സ്പ്രിംഗ്ലർ വേണം എന്നുള്ളത് നാം നോക്കും. ഇനി നാം നെക്സ്റ്റ് സ്പ്രിംഗ്ലേഴ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈപ്പ് സൈസ് കൺസിഡർ ചെയ്യണം. പൈപ്പ് സൈസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? നാം നേരത്തെ ആ ഒരു ടേബിളിൽ പറഞ്ഞു നമുക്ക് 2 സ്പ്രിംഗ്ലർ വരെ കണക്ട് ചെയ്യാൻ 1 ഇഞ്ചിന്റെ പൈപ്പ് മതി. എന്നാൽ അത് 3 സ്പ്രിംഗ്ലർ ആവുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈറ്റ് ഹസാർഡ് ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 3 സ്പ്രിംഗ്ലർ വരെയാണെങ്കിൽ നമുക്ക് 1.25 പൈപ്പ് വേണം. അതുപോലെ തന്നെ 5 സ്പ്രിംഗ്ലർ വരെ കണക്ട് ചെയ്യാൻ നമുക്ക് 1.5 മതി. എന്നാൽ 10 സ്പ്രിംഗ്ലർ വരെ നമുക്ക് 2 ഇഞ്ചിൽ കണക്ട് ചെയ്യാം. അങ്ങനെ നാം ഒരു ടേബിൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ നമുക്കറിയാം ഈ ലാസ്റ്റ് 2 സ്പ്രിംഗ്ലർ സപ്ലൈ ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ചിന്റെ സ്പ്രിംഗ്ലർ പൈപ്പ് മതി. അപ്പൊ ഇവിടെ 1 ഇഞ്ചാണ്. 1 ഇഞ്ചിൽ നിന്ന് നമുക്ക് 2 സ്പ്രിംഗ്ലറിലേക്ക് റിക്വയർഡ് പ്രഷറും ഡിസ്ചാർജും ഒക്കെ അവൈലബിൾ ആയിരിക്കും. എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് 3 സ്പ്രിംഗ്ലർ ആയി. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് അത് ആക്സെപ്റ്റബിൾ അല്ല. ഇവിടെ നമുക്ക് 1.25 പൈപ്പാക്കി മാറ്റണം. ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ അത് 4 സ്പ്രിംഗ്ലർ ആയി. 4 സ്പ്രിംഗ്ലർ ആവുമ്പോൾ നമുക്കത് 1.25 പൈപ്പും ആക്സെപ്റ്റബിൾ അല്ല. ഇവിടെ 1.5 പൈപ്പ് 1.5 ഇഞ്ചിന്റെ പൈപ്പാണ് കൊടുക്കേണ്ടത്, GA പൈപ്പാണ് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഇവിടെ 1.5, പിന്നെ അത് കഴിഞ്ഞിട്ട് 1.25, പിന്നെ 1 ഇഞ്ച് അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് നെറ്റ്വർക്കാണ് നമുക്ക് ഉണ്ടാവുക. ഈ സൈഡിലേക്ക് അതുപോലെ തന്നെ 4 സ്പ്രിംഗ്ലേഴ്സ് 1.5, 1.25, 1 ഇഞ്ച്. കാരണം ഈ ലാസ്റ്റ് 2 സ്പ്രിംഗ്ലറിലേക്ക് സപ്ലൈ ചെയ്യാൻ ഇവിടെ 1 ഇഞ്ച് മതി. ഇവിടെ എത്തുമ്പോൾ അത് 3 സ്പ്രിംഗ്ലറിലേക്ക് സപ്ലൈ ചെയ്യണം, അതുകൊണ്ട് 1.25 വേണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 4 സ്പ്രിംഗ്ലറിലേക്ക് സപ്ലൈ ചെയ്യണം, അതും 1.25 ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 1.5 ഇഞ്ച് പൈപ്പ് വേണം. അപ്പൊ ഇനി ഈ ഒരു റൈസർ അല്ലെ ക്രോസ് മെയിനിന്റെ സൈസ് എങ്ങനെ കൺസിഡർ ചെയ്യാം? അപ്പൊ ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് നോക്കും. 1 2 3 4 5 6 7 8 സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട്. 8 സ്പ്രിംഗ്ലേഴ്സിലേക്ക് പ്രോപ്പർ ആയിട്ട് നാം കൊടുക്കണമെങ്കിൽ നമുക്ക് 1.5 ഇഞ്ചിൽ 5 സ്പ്രിംഗ്ലർ വരെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ 2 ഇഞ്ചിന്റെ പൈപ്പാണ് ഇവിടെ കണക്ട് ചെയ്യുക. 2 ഇഞ്ച് പൈപ്പിൽ നമുക്ക് 10 സ്പ്രിംഗ്ലർ വരെ സപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 8 സ്പ്രിംഗ്ലർ ആയതുകൊണ്ട് 2 ഇഞ്ചിന്റെ ക്രോസ് മെയിൻ ആണ് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രാഞ്ച് ഇവിടുന്ന് 1.5, 1.25, 1 എന്നുള്ള രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് ബ്രാഞ്ച് ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ബ്രാഞ്ചും കൺസിഡർ ചെയ്യുക. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് നോക്കിയിട്ട് അതിന് പ്രോപ്പർ ആയിട്ട് എത്ര പൈപ്പ് സൈസ് വേണോ അതാണ് നമ്മുടെ ഫീഡർ മെയിൻ ആയിട്ടും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഏത് സൈസിലാണോ നമുക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ 100 സ്പ്രിംഗ്ലർ ആണോ അതല്ലെങ്കിൽ 230 സ്പ്രിംഗ്ലർ ആണോ എന്ന് നോക്കിയിട്ട് ഇപ്പൊ 100 സ്പ്രിംഗ്ലർ വരെ നമുക്ക് 4 ഇഞ്ചിന്റെ റൈസർ സിസ്റ്റം മതി. എന്നാൽ അത് 230 ആകുമ്പോൾ അതിനനുസരിച്ച് 6 ഇഞ്ചിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടുള്ളത് വേറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. ആ രീതിയിൽ ഇതിന്റെ റൈസർ സിസ്റ്റത്തിന്റെയും ഫീഡർ മെയിനിന്റെയും ബ്രാഞ്ച് ലൈനിന്റെയും ക്രോസ് മെയിനിന്റെയും ഒക്കെ പൈപ്പ് സൈസ് നാം ഈ രീതിയിലാണ് ഡിസൈഡ് ചെയ്യുക.